1 കപ്പ് കടലപ്പരിപ്പ് നന്നായി കുതിർത്തെടുക്കാം. ശേഷം ഒരു കുക്കറിലേക്ക് ഈ കുതിർന്ന കടലപ്പരിപ്പിട്ട് 2.5 കപ്പ് വെള്ളം കൂടി ചേർക്കാം. അതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ മൈദമാവ് കുഴച്ചെടുക്കാം. ഒരു 1.5 കപ്പ് മൈദമാവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അങ്ങ് ചപ്പാത്തിക്ക് പോലെ കട്ടിയായി പോകരുത്, ചെറിയ ലൂസിന് കുഴച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. അധികം ചേർത്താലും കുഴപ്പമില്ല, ബാക്കി എണ്ണ നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. അതൊന്ന് നന്നായി കുഴച്ച് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അതിലേക്ക് ഒരു ജാതിക്കായുടെ 4/1 ഭാഗവും 4 ഏലക്കായും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒരു അരിപ്പിലേക്ക് ഒഴിച്ച്, ബാക്കിയുള്ള വെള്ളമൊക്കെ പോകുന്നതിന് വേണ്ടി ഞാനൊരു അരിപ്പിലേക്ക് ഒഴിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് അടുപ്പിൽ വെച്ച് ഇളക്കിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതേ അളവിൽ ശർക്കരയും ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കളർ ഉണ്ടെങ്കിൽ കളർ ചേർക്കാം. നമ്മൾ വീട്ടിൽ ആവശ്യത്തിനായതുകൊണ്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്കൊന്ന് വേവിച്ച് എടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ജാതിക്കയും ഏലക്കായും കൂടി പഞ്ചസാരയും കൂടി പൊടിച്ച മിക്സ് ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് സിമ്മിലിട്ടിരുന്നാൽ മതി. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട്, നമ്മൾ പൊടിക്കാൻ ഉപയോഗിക്കുന്ന ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇത്
ഓരോ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതൊരു 8 ഉരുളയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 8 ബോളി ഉണ്ടാക്കാം. ഇത് അരിമാവ് ഒരു ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് അതിനുശേഷം നമ്മുടെ കയ്യിലെ തട്ടിലേക്ക് ഈ കുറച്ച് മൈദാമാവ്, നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മൈദാമാവ് കയ്യിലെ തട്ടിലേക്ക് വെച്ചൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ ഓരോ ഉരുള അതിലേക്ക് വെച്ച് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന മാവ് നമുക്കെടുത്ത് മാറ്റാവുന്നതാണ്. ഇതൊന്ന് കൈകൊണ്ടൊന്ന് പരത്തി ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി കൂടി വേണമെങ്കിൽ നമുക്ക് തൂവി കൊടുക്കാം. അല്ലെങ്കിൽ മറിച്ചിട്ട് അരിപ്പൊടി കൂടി തൂവി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. നൈസായിട്ട് ഒന്ന് പരത്തിയെടുത്തിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി അതിലേക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഒരുപാട് കോരി ഒഴിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. നല്ല തിരുവനന്തപുരത്തൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ബോളിയാണ്. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇത് കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഒന്ന് പരത്തിയതിന് ശേഷം കയ്യിൽ ഒത്തിരി നല്ലെണ്ണ തടവി കൊടുത്തിട്ട് വേണം ഇത് എടുത്ത് വെച്ച് പരത്താൻ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. ബാക്കി വരുന്ന മാവ് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ പരത്തി പൊടി തൂവണം. അരിപ്പൊടി തൂവിയതിന് ശേഷം പരത്തി ഷേപ്പ് പരത്തി പരത്തിയെടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. നല്ല എളുപ്പമാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. പിള്ളേർക്ക് പാൽപ്പായസവും ബോളിയും എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമല്ലേ. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻസൊക്കെ അറിയിക്കണം. എല്ലാവരും വീഡിയോ കാണണം. ഇത് നന്നായിട്ട് പൊന്തി വരും. കണ്ടോ, നന്നായിട്ട് ഇത് പൊന്തി വരും. നെയ്യ് തടവി കൊടുത്ത് തിരിച്ചും മറിച്ചും ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് പോകാതെ തിരിച്ചും മറിച്ചും എടുക്കാവുന്നതാണ്. എല്ലാ ബോളയും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. പാൽപ്പായസവും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പാൽപ്പായസം കൂടി ഇതിൻ്റെ കൂടെ
ചേർക്കുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പായസം മിക്സാണ് വാങ്ങി ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.